എന്തൊക്കെ ഒരു പ്രശ്നം ഞാൻ മൈക്കിൻ്റെ മുമ്പിൽ എടുക്കുമ്പോൾ ഉണ്ടാകണം. അതാണ്. നാം ഒരു വലിയ ലക്ഷ്യം നിർവചിച്ചു കഴിഞ്ഞു. അടുത്ത ഏതാനും വർഷങ്ങൾക്കുള്ളിൽ കേരളത്തിൻ്റെ ആഭ്യന്തര ഉൽപ്പാദനം ഇരട്ടിയാക്കണം. ഓരോ കുടുംബത്തിൻ്റെയും ജീവിത നിലവാരം വികസിത രാജ്യങ്ങളിലെ ജീവിത നിലവാരത്തിനോട് അടുത്തു നിൽക്കുന്ന നിലയുണ്ടാവണം. ഈ ലക്ഷ്യം നിറവേറ്റുകയാണ് ഇനിയുള്ള കാലഘട്ടത്തിൽ LDF സർക്കാരിൻ്റെ ദൗത്യം. സർക്കാർ വകുപ്പുകളുടെ എല്ലാം പ്രവർത്തനങ്ങൾ ഈ ലക്ഷ്യത്തിനനുസരിച്ച് ചിട്ടപ്പെടുത്തണം. അതേസമയം കേരളത്തെ ലോകത്തിനു മുന്നിൽ വ്യത്യസ്തമാക്കുന്ന നമ്മുടെ സാമൂഹ്യക്ഷേമ പാരമ്പര്യം ദുർബലപ്പെടാൻ പാടില്ല. ലോകത്തിന് തന്നെ മാതൃകയായ സാമൂഹ്യക്ഷേമ ഇടപെടലുകൾ ശക്തിപ്പെടുത്തിക്കൊണ്ട് തന്നെ വികസിത നവകേരളം സൃഷ്ടിക്കാനാകും. ആ ലക്ഷ്യത്തിലേക്ക് മുന്നേറുമ്പോൾ ചില പ്രതിസന്ധികളെ തിരിച്ചറിയാനും അവയെ തരണം ചെയ്യാനും നമുക്ക് കഴിയേണ്ടതുണ്ട്. രാജ്യത്തിൻ്റെ ജനസംഖ്യയുടെ 2.59% കേരളത്തിൽ നിന്നാണ്. എന്നാൽ നമുക്ക് ലഭിക്കുന്ന നികുതി വിഹിതം 1.92%. 10ാം ധനകാര്യ കമ്മീഷൻ്റെ കാലത്ത് 3.9 വീതമാണ് ഇപ്പോൾ ഈ നിലയിലേക്ക് വെട്ടിക്കുറച്ചത്. വായ്പാ പരിധിയിൽ പോലും വെട്ടിക്കുറവുണ്ടായി. കഴിഞ്ഞ 4 വർഷത്തിനിടയിൽ 2 ലക്ഷം കോടിയോളം രൂപ കേന്ദ്രം നിഷേധിച്ചു. നികുതി വിഹിതത്തിലെ മാറ്റം വഴി 15,000 കോടിയോളം രൂപ കേരളത്തിന് നഷ്ടമായി. കേരളത്തിൻ്റെ റവന്യൂ വരുമാനത്തിൻ്റെ 20 മുതൽ 25% വരെ മാത്രമാണ് കേന്ദ്രവിഹിതം. എന്നാൽ മറ്റ് ചില ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് ഇത് 80% വരെയുണ്ട്. ഇത്തരത്തിൽ കേന്ദ്ര സർക്കാരിനാൽ സാമ്പത്തികമായി ഞെരുക്കപ്പെട്ട ഒരു ഘട്ടത്തിലാണ് കേരളം നേട്ടങ്ങൾ കയ്യെത്തിപ്പിടിച്ചത് എന്ന സവിശേഷത കൂടി നാം കാണേണ്ടതുണ്ട്. ഇന്ന് പ്രമുഖ സംസ്ഥാനങ്ങളുടെ പ്രതിശീർഷ വരുമാന കണക്കിൽ 11ാം സ്ഥാനത്ത് നിന്ന് 6ാം സ്ഥാനത്തേക്ക് കേരളം ഉയർന്നിട്ടുണ്ട്. ഇതടക്കം പലതും ശരിയായ വികസന പാതയിലാണ് നാം എന്നതിൻ്റെ തെളിവുകളാണ്. പക്ഷേ ഇതിൽ തൃപ്തിപ്പെട്ട് ഒതുങ്ങിക്കൂടാൻ നമുക്കാവില്ല. ലക്ഷ്യത്തിലെത്താനുള്ള വേഗം വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. അതിനുള്ള മാർഗങ്ങളാണ് ഈ കോൺഗ്രസിൽ ചർച്ച ചെയ്യേണ്ടത്. ലോകം അതിവേഗം മാറുകയാണ്. തൊഴിൽ സംസ്കാരത്തിലും ഉൽപാദനത്തിലും തുടങ്ങി മനുഷ്യരുടെ നിത്യജീവിതത്തിൽ വരെ ആ മാറ്റം പ്രകടമാണ്. ലോകത്താകെയുള്ള സ്ഥിതി പരിശോധിച്ചാൽ 2 ഘടകങ്ങളെക്കുറിച്ച് നമ്മൾ പുനർവിചിന്തനം നടത്തേണ്ട ഘട്ടമാണ്. 1 വികസനം, 2 ജനാധിപത്യം. ഇവ രണ്ടും അതിൻ്റെ യഥാർത്ഥാർത്ഥത്തിൽ ലോകത്ത് നടപ്പാക്കപ്പെടുന്നുണ്ടോ? മുതലാളിത്തത്തിന് വളരാനും അതുവഴി അതിസമ്പന്നർക്ക് കൂടുതൽ സമ്പത്ത് കേന്ദ്രീകരിക്കാനുമുള്ള ഉപാധിയായി വികസനം മാറിക്കൊണ്ടിരിക്കുന്നു. മുതലാളിത്തത്തിന് പഥ്യമല്ലാത്ത ജനാധിപത്യ സർക്കാരുകൾ പോലും അട്ടിമറിക്കപ്പെടുന്നു. ജനാധിപത്യത്തെ ഒരു ടൂളായി ഉപയോഗിച്ചുകൊണ്ട് വർഗീയ ശക്തികൾ വ്യാജമാർഗങ്ങളിലൂടെ അധികാരത്തിലേക്ക് എത്തുന്നു. ഈ ഒരു കാലഘട്ടത്തിലാണ് നാം വികസനത്തെയും ജനാധിപത്യത്തെയും
എങ്ങനെ സമീപിക്കുന്നു എന്ന ചർച്ചകൾ ഉണ്ടാകേണ്ടത്. സർവതലസ്പർശിയായ വികസനവും ഇൻക്ലൂസീവായ ജനാധിപത്യവും നിർമ്മിച്ചെടുക്കാൻ ലോകമെങ്ങുമുള്ള പുരോഗമന ചിന്താഗതിക്കാർ പുനരർപ്പിക്കേണ്ട സമയമാണിത്. ആ ദിശയിലുള്ള വാതിൽ തുറക്കുന്നതാവും ഈ കേരള പഠന കോൺഗ്രസ്. കഴിഞ്ഞ 10 വർഷത്തെ ഭരണകാലം നമ്മുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾക്ക് ഉറച്ച അടിത്തറയൊരുക്കാൻ സഹായിച്ചിട്ടുണ്ട്. അടിസ്ഥാന സൗകര്യ വികസനത്തിൻ്റെ ആശയം നാം സമഗ്രമായി പുതുക്കി. റോഡുകളും പാലങ്ങളും മാത്രമല്ല, എല്ലാവർക്കും ഗുണമേന്മയുള്ള പാർപ്പിടം, ആരോഗ്യ സംരക്ഷണം, വിദ്യാഭ്യാസം, ഗതാഗതം, ഡിജിറ്റൽ ബന്ധം എന്നിവയെല്ലാം വികസനത്തിൻ്റെ അവിഭാജ്യ ഘടകങ്ങളായി കണ്ടു. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും നവകേരളം എന്താകണമെന്നതിനെക്കുറിച്ചുള്ള വ്യക്തമായ കാഴ്ചപ്പാട് രൂപപ്പെടുത്താൻ കഴിഞ്ഞു. ഇനി നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നിടയ്ക്ക് നിന്ന് മുന്നോട്ട് പോകണം. അതാണ് നമ്മുടെ ചുമതല. ലോകമെമ്പാടുമുള്ള പണ്ഡിത സമൂഹത്തിൻ്റെ ശ്രദ്ധയാകർഷിച്ച കേരള വികസന മാതൃകയെ കാലാനുസൃതമായി പുതുക്കിപ്പണിയുക എന്നതാണ് ഇന്നത്തെ വലിയ ദൗത്യം. കേരള വികസന മാതൃകയുടെ അടിസ്ഥാന ഘടകങ്ങൾ മനുഷ്യ വികസന സൂചികകളിലെ മുന്നേറ്റം, ശക്തമായ പൊതുമേഖലാ സ്ഥാപനങ്ങൾ, സാമൂഹ്യനീതി ഉയർത്തിപ്പിടിക്കുന്ന നയങ്ങൾ എന്നിവയൊക്കെയാണ്. കഴിഞ്ഞ 10 വർഷമായി ഈ പാരമ്പര്യത്തെ നവകാല സാഹചര്യങ്ങൾക്ക് അനുയോജ്യമായി പുതുക്കി എഴുതാനുള്ള ശ്രമങ്ങളാണ് നടത്തിയത്. കൃഷി, മത്സ്യബന്ധനം, മൃഗസംരക്ഷണം എന്നിവ ഉൾപ്പെടുന്ന പ്രാഥമിക മേഖല കേരള സമ്പദ് വ്യവസ്ഥയുടെ അടിത്തറയാണ്. കാലാവസ്ഥാ മാറ്റം, ചെലവുകളുടെ വർധന, വിപണിയിലെ അനിശ്ചിതത്വം തുടങ്ങിയ വെല്ലുവിളികൾ ഈ മേഖലകൾ നേരിടുന്നു. ഉൽപാദനക്ഷമത ഉയർത്തുക, മൂല്യവർധന ഉറപ്പാക്കുക, വിപണികളുമായി ഉൽപാദകരെ ബന്ധിപ്പിക്കുക, ഇവയൊക്കെയാണ് അടുത്ത ഘട്ടത്തിലെ കടമ. ഇത് ചില കാര്യങ്ങളിൽ നാം വളരെ പിറകിലാണ് എന്ന് ലോകത്തിലെ മറ്റു ചില ഭാഗങ്ങളുമായി ബന്ധപ്പെടുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോൾ മത്സ്യസമ്പത്ത് നല്ലതുപോലെ നമുക്കുള്ളതാണ്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട സംസ്കരണത്തിലേക്ക് നമ്മളധികം കടക്കുന്നില്ല. എന്നാൽ മത്സ്യം മറ്റു സ്ഥലത്തടക്കം എടുത്ത് പ്രോസസ്സ് ചെയ്ത് കൊടുക്കുന്ന രീതിയാണ് വിയറ്റ്നാം സ്വീകരിക്കുന്നത്. അപ്പോൾ നമുക്ക് അത്തരം കാര്യങ്ങളിലേക്ക് വിപുലമായി കടക്കേണ്ടതായിട്ടുണ്ട്. കൃഷിയുടെ രംഗത്ത് വല്ലാതെ പിന്നോട്ടടി കേരളത്തിനുണ്ടായിരുന്നു. അതിപ്പോൾ നല്ല രീതിയിൽ മാറ്റി പുരോഗതിയിലേക്ക് നാം എത്തിയിട്ടുണ്ട്. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ, അതിൻ്റെ കാഴ്ചപ്പാടോടെ കാര്യങ്ങൾ നീക്കുന്നുണ്ട്. അതിൻ്റെ വേഗത വലിയ തോതിൽ വർദ്ധിപ്പിക്കാൻ നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ പാലുൽപാദനം ഏറെക്കുറെ സ്വയം പര്യാപ്തയുടെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ടും കൂടുതൽ ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ചുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങേണ്ടതായിട്ടുണ്ട്. ഇതുപോലുള്ള കാര്യങ്ങൾ കാർഷിക രംഗവുമായി ബന്ധപ്പെട്ട് വിശദമായി കേരളത്തിൻ്റെ പുതിയ കാലത്തിനനുസൃതമായി എങ്ങനെയൊക്കെ എന്തൊക്കെ ചെയ്യണമെന്ന കാര്യങ്ങൾ കാണേണ്ടതായിട്ട് കൂടിയുണ്ട്. നമ്മുടെ അടിസ്ഥാന സൗകര്യ വികസനം സാമ്പത്തിക കാര്യക്ഷമതയും ജീവിത നിലവാരവും ഒരുമിച്ച് മെച്ചപ്പെടുത്താനുള്ള ഉപാധിയാണ്. കേരളത്തിൻ്റെ ജനസാന്ദ്രതയും പരിസ്ഥിതി സവിശേഷതകളും കണക്കിലെടുത്ത് സൂക്ഷ്മമായ ആസൂത്രണം അനിവാര്യമാണ്. ഗതാഗതം, ഡിജിറ്റൽ ബന്ധം, സ്ഥലോപയോഗ ആസൂത്രണം, ഇതെല്ലാം ജനങ്ങളെ
ബന്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമാണ്. പരിസ്ഥിതി സംരക്ഷണം വികസനത്തിൽ നിന്ന് വേർതിരിക്കാനാവില്ല. പ്രളയങ്ങളും മണ്ണിടിച്ചിലുകളും നമ്മെ പഠിപ്പിച്ചത് വളർച്ച പ്രതിരോധശേഷിയുള്ളതായിരിക്കണം എന്നതാണ്. പ്രകൃതി സമ്പത്തുകൾ സംരക്ഷിച്ചുകൊണ്ട് ഉപജീവനം മെച്ചപ്പെടുത്തുന്ന സമ്പദ് വ്യവസ്ഥയാണ് യഥാർത്ഥത്തിൽ ശക്തമായ സമ്പദ് വ്യവസ്ഥ. ഇവിടെയും നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ വികസന കാര്യങ്ങളിൽ നാം സ്വീകരിച്ച നിലപാടാണ്. ഇപ്പോൾ 2016 ഹരിത കേരള മിഷൻ പ്രഖ്യാപിച്ചു. അന്ന് എത്ര പ്രാധാന്യത്തോടെ നമ്മുടെ സമൂഹം അത് ഏറ്റെടുത്തു എന്നതിൻ്റെ തെളിവാണ് ഇപ്പോൾ കാണുന്ന ആ രംഗത്തെ പുരോഗതി. ഇപ്പോൾ മാലിന്യ സംസ്കരണത്തിൽ നല്ല മാറ്റം വന്നു. എൻ്റെ മറ്റ് വിശദാംശങ്ങളിലേക്കൊന്നും ഞാനിപ്പോൾ പോകുന്നില്ല. അന്നത്തെ കാലത്ത് മാലിന്യം, അതത് വീട്ടിലെ മാലിന്യം ഒരു ബാഗിലാക്കി മറ്റുള്ളിടത്ത് കൊണ്ടുപോയി വലിച്ചെറിയുന്ന ഒരു സംസ്കാരം നാട്ടിൽ പൊതുവിലുണ്ടായിരുന്നു. അതുപോലും മാറ്റിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞു. മാലിന്യങ്ങൾ നിറഞ്ഞു കിടന്ന, മൂക്ക് പൊത്തിക്കൊണ്ട് മാത്രം നടക്കാൻ പറ്റിയിരുന്ന സ്ഥലം പൂർണ്ണമായും മാലിന്യമുക്തമാക്കാനായി. ഇനി അതിൻ്റെ തുടർച്ചയായി കാര്യങ്ങൾ നീങ്ങേണ്ടതുണ്ട്. നമ്മുടെ വെള്ളം എല്ലാ സ്ഥലങ്ങളിലും, എല്ലാ നീരുറവുകളിലും കൈകൊണ്ട് കോരിയെടുത്ത് കുടിക്കാൻ പറ്റുന്ന വെള്ളമാക്കി നമുക്ക് മാറ്റാനാവണം. ഇതൊന്നും അസാധ്യമായൊരു കാര്യമല്ല. നമ്മൾ മാലിന്യമുക്തമാക്കിയാൽ കഴിയുന്ന കാര്യമാണ്. ആ ഒരു സംസ്കാരത്തിലേക്ക് നമുക്ക് എത്താൻ കഴിയണം. ഒരു യാത്രയുടെ ഇടയ്ക്ക് ഒരു രാജ്യത്തെത്തിയപ്പോൾ അവിടെ വെള്ളം, ഹോട്ടലിൽ താമസിക്കുമ്പം വെള്ളം വേണമല്ലോ. അപ്പോൾ കുപ്പിവെള്ളം അന്വേഷിക്കുകയാണ്. അപ്പോൾ അവർ അത് ആവശ്യമില്ല, ഇവിടെ പൈപ്പിലെ വെള്ളം തന്നെ, ആ വെള്ളം തന്നെ ഉപയോഗിക്കാമെന്നാണ് അവർക്ക്. അപ്പോൾ ആ അവസ്ഥ പലയിടത്തും വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ലോകത്ത് അതെല്ലാം സൃഷ്ടിക്കാൻ കഴിയുന്ന നാട് നമ്മുടേതാണ്. കാരണം നമ്മൾ സംസ്കാര സമ്പന്നരായ ജനതയാണ്. എല്ലാ അർത്ഥത്തിലും നല്ല സംസ്കാരവും വിദ്യാഭ്യാസവും ഉള്ളവരാണ്. ഇത്തരം കാര്യങ്ങളിലേക്ക് ഒരു ചെറിയ മാറ്റം അങ്ങ് മാറിയാൽ നമുക്ക് പൂർണ്ണ വിജയത്തിലേക്ക് എത്തിക്കാൻ കഴിയും.